കൊറിയൻ പെനിൻസുല എന്തുകൊണ്ടാണ് രണ്ട് രാജ്യങ്ങളായത്? 1910 മുൻപ് വരെ കൊറിയ ഒരൊറ്റ രാജ്യമായിരുന്നു. അതാണ് കൊറിയൻ എംപയർ അല്ലെങ്കിൽ കൊറിയൻ സാമ്രാജ്യം. എന്നാൽ 1910 ജപ്പാൻ കൊറിയൻ സാമ്രാജ്യത്തെ ആക്രമിച്ച് പരാജയപ്പെടുത്തുകയും ജപ്പാന്റെ ഭാഗമാക്കുകയും ചെയ്തു. 1945 ജപ്പാൻ രണ്ടാം ലോക മഹായുദ്ധത്തിൽ പരാജയപ്പെട്ടു. അതോടെ കൊറിയൻ പെനിൻസുലയുടെ വടക്കൻ ഭാഗം സോവിയറ്റ് യൂണിയനും തെക്കൻ ഭാഗം യുണൈറ്റഡ് സ്റ്റേറ്റ്സും നിയന്ത്രിച്ചു. 1948 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് റിപ്പബ്ലിക് ഓഫ് കൊറിയ എന്ന രാജ്യം സ്ഥാപിച്ചു. സിങ്മൺ റീ ആദ്യത്തെ പ്രസിഡന്റായി സ്ഥാനമേൽക്കുകയും ചെയ്തു. ഇതേ സമയം സോവിയറ്റ് യൂണിയൻ കിം ഇൽ സൊങ്ങിനെ ലീഡർ ആക്കി ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയ എന്ന പേരിൽ മറ്റൊരു രാജ്യം സ്ഥാപിച്ചു. ശേഷം സോവിയറ്റ് യൂണിയനും യുണൈറ്റഡ് സ്റ്റേറ്റ്സും പിൻവാങ്ങി. 1950 കിം ഇൽ സൊങ്ങിന്റെ നോർത്ത് കൊറിയ സൗത്ത് കൊറിയയെ ആക്രമിച്ചു. കൊറിയൻ പെനിൻസുലയുടെ ഏകീകരണമായിരുന്നു ലക്ഷ്യം. അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ നോർത്ത് കൊറിയൻ സേന സൗത്ത് കൊറിയയുടെ ഏകദേശം ബുസാൻ വരെയുള്ള ഭൂപ്രദേശം പിടിച്ചെടുത്തു. അതോടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെയും UN-ൻ്റെയും സേന സൗത്ത് കൊറിയയ്ക്കൊപ്പം യുദ്ധം ചെയ്തു. നോർത്ത് കൊറിയൻ സേനയെ ചൈനയുടെ അതിർത്തി വരെ തുരത്തി. അതേസമയം ചൈന നോർത്ത് കൊറിയയുടെ സഹായത്തിനെത്തി. സൗത്ത് കൊറിയൻ സേനയെ ഇന്നത്തെ നോർത്ത് സൗത്ത് കൊറിയകളുടെ അതിർത്തിയായ 38th പാരലൽ വരെ തുരത്തി. ആ യുദ്ധം 1953 സമാധാന ഉടമ്പടിയിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കുന്നതുവരെ തുടർന്നു. ഇപ്പോഴും ഇരു രാജ്യങ്ങളും തമ്മിൽ ശത്രുതയിലാണ്.